നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ നമ്മളിൽ അധിക പേരും അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാറില്ല. എന്തുകൊണ്ടാണ്? ആ മാറ്റം സ്വീകരിക്കാനുള്ള മടി അല്ലെങ്കിൽ അറിവില്ലായ്മ. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സ്കൂൾ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പുറപ്പാടിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ ബൈഹാർട്ട് മെത്തേഡ് കാണാതെ പഠിച്ചുള്ള വിദ്യാഭ്യാസത്തിന് ഇന്നും ഇന്ത്യയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. വർഷം കോടിക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന നമ്മുടെ രാജ്യത്ത് പഠിച്ച കാര്യത്തെ പ്രയോജനപ്പെടുത്തുന്നവർ, അതിന് കഴിവുള്ളവർ കയ്യിലെണ്ണാവുന്നവർ മാത്രമാണ്. കാണാതെ പഠിച്ചുള്ള കാര്യങ്ങൾ പലരും ഒരു പരീക്ഷാ പേപ്പറിൽ മാത്രം ഒതുക്കാനാണ് ശ്രമിക്കാറല്ലേ. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് ഉയർച്ച സംഭവിക്കാത്തത്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നും ഒരു ടോക്ക് ആൻഡ് ചോക്ക് മെത്തേഡിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് PM ശ്രീ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നൊരു പദ്ധതി ആവിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ്. 14,500 സ്കൂളുകൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതി വഴി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്പെരിമെന്റൽ അടിസ്ഥാനത്തിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ മറ്റു സ്കൂളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നൽകുന്ന വിദ്യാഭ്യാസ രീതിയല്ല, അതിൽ നിന്നും അടിമുടി മാറിയുള്ള പരിഷ്കരണമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. 5 വർഷത്തേക്കാണ് ഈ ഒരു സ്കീം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് 27,360 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 18 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സ്കൂളുകളുടെ സിസ്റ്റവും രീതിയും കംപ്ലീറ്റ് ആയിട്ട് മാറും. അതായത് സിലബസ് മാറും, വേ ഓഫ് അപ്രോച്ച് മാറും. ഇവിടെ അധ്യാപകർക്ക് ട്രെയിനിങ് നൽകും. നമ്മുടെ അധ്യാപകർക്ക് എന്നും മികച്ച അധ്യാപകർ തന്നെയാണ്, പക്ഷേ ടെക്നോളജിയെ കൈകാര്യം ചെയ്യാൻ ഇന്നും അറിയില്ല. അതുകൊണ്ടാണല്ലോ ഈ കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പോലും അധ്യാപകർ പാടുപെട്ടത്. അറിവില്ലായ്മ. ഒന്ന് ഓർക്കണം, ഇന്നത്തെ ജനറേഷൻ ടെക്നോളജിയിൽ ജീവിക്കുന്നവരാണല്ലേ. അവർക്ക് ഈ വടിയും ചോക്കും കൊണ്ട് തളച്ചിടാൻ അവരെ കഴിയില്ല. അവരുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാവണം. അധ്യാപകരെക്കാളും അറിവുള്ള വിദ്യാർത്ഥികളുള്ള ലോകമാണ് ഇന്നുള്ളത്. ആ സ്റ്റുഡൻസിനെയാണ് പഴയ മെത്തേഡൊക്കെ ഉപയോഗിച്ച് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്ത് വിദ്യ അഭ്യസിക്കാൻ അധ്യാപകരുടെ ആവശ്യം ഇല്ല. കാരണം ഈ ഗൂഗിളും യൂട്യൂബും നോക്കിയുള്ള പഠനമാണ് ഭൂരിഭാഗം കുട്ടികളും ചെയ്യുന്നത്. എന്ത് സംശയം തീർക്കാനും ടൂളുകൾ വരെയുള്ള കാലമാണ്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം ഗൈഡൻഷിപ്പാണ്. അത് ഈ പണ്ടുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ കാര്യമില്ല. മാറ്റം അനിവാര്യം തന്നെയാണ്. അതിനാണ് ഗവൺമെന്റ് PM ശ്രീ സ്കീം പദ്ധതി കൊണ്ടുവരുന്നത്. ഗവൺമെന്റ് കൊണ്ടുവരുന്ന നല്ല മാറ്റങ്ങളെ അംഗീകരിക്കാൻ ഒരിക്കലും ഒരു വിഭാഗം സമ്മതിക്കാറില്ല, അല്ലെ. കേരളത്തിലെ സ്ഥിതി അത് തന്നെയാണ്. ഈ ഒരു സ്കീമിൽ കേരളം ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. കേരളത്തിൽ ഇപ്പോഴും വാർന്നെടുക്കുന്നത് എന്തിനെയാണ്? വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയാണ്. അതിന് വേണമെങ്കിൽ അവർ ട്രെയിനിങ് നൽകാൻ കേരളം തയ്യാറുമാണ്. അല്ലാതെ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേരളം എതിർക്കും. ഒന്നാമത് കേന്ദ്രമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് അധ്യാപകർക്ക് ജോലി പോകാൻ സാധ്യത ഇവിടെയുണ്ട്. സ്കിൽസ് ഉള്ളവരെ കണ്ടെത്തി അവർക്ക് പ്രത്യേകം ട്രെയിനിങ് ആണ് കേന്ദ്രം നൽകുക. ഈ BEdും TTCയും പഠിച്ചിറങ്ങി നൽകുന്ന ആ ഒരു ടീച്ചിങ് രീതിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആ വിഷയം ആ കുട്ടിക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയണം. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇഷ്ടമില്ലാത്ത ഒരു വിഷയം എടുത്ത് അത് പഠിച്ച് ഇറങ്ങുന്നു. എന്നിട്ട് ചെയ്യുന്ന ജോലി എന്താണ്? പഠിച്ചിറങ്ങിയ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ് ചെയ്യുന്നത്. ഇനി അത് വേണ്ട, കുട്ടികളുടെ സ്കിൽസിനനുസരിച്ചുള്ള ട്രെയിനിങ്. അതിൽ പഠനം മാത്രമല്ല വരുന്നത്, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ഇഷ്ടമുള്ളവൻ മാത്രം അവിടെ ആ വിഷയം പഠിച്ചാൽ മതി. കമ്പലിംഗ് അവിടെ വേണ്ട. ഓരോ ജോലി ചെയ്യാൻ നിയമിക്കപ്പെട്ടവർ മാത്രം അവിടെ ആ ജോലി ചെയ്താൽ മതി. അല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അതിൽ പഠിച്ചിറങ്ങേണ്ട ആവശ്യമില്ല.
ഇവിടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സ്കിൽസ് അനുസരിച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ട എന്താണ്? സ്കിൽസ് ഉള്ള ടീച്ചേഴ്സ്. ഒരു AI ടെക്നോളജി കൈകാര്യം ചെയ്യാൻ വരെ കഴിവുള്ള ടീച്ചേഴ്സിനെ കുട്ടികൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ പല നഷ്ടങ്ങളുണ്ടാകും. കഴിവുള്ളവർക്ക് അവസരം നൽകണം. കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ സമൂഹത്തിനും മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതുപോലെ രാജ്യം ഡെവലപ്പ് ചെയ്യുകയുമുള്ളൂ. അല്ലാതെ കയ്യിൽ നിറയെ ഡിഗ്രിയും PhDയും പിടിച്ചിട്ട് നടന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കില്ല. കേരളം ഇതൊന്നും മാറി ചിന്തിക്കുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരിക്കലും ഡെവലപ്മെന്റിനെ ആഗ്രഹിക്കാത്തവരാണ്. ഇവിടെ കുറച്ച് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? യൂണിയനും ഉണ്ടാക്കി ക്ലാസ്സിലും കയറാതെ യൂണിയന്റെ പിന്നാലെ കൊടിയും പിടിച്ച് നടക്കുന്ന കുറച്ച് അധ്യാപകരുണ്ട്. നമ്മളത് കാണുന്നതാണ്. പണ്ട് നമ്മുടെ MA ഷാനവാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ കുട്ടികളിൽ പലർക്കും ഇന്നും സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത പലരും ഉണ്ടെന്നുള്ള കാര്യം. പറയുമ്പോൾ 100% സാക്ഷരതയുള്ള നാടാണ് കേരളം. പക്ഷെ അവസ്ഥ ഇതാണ്. ഇതിനൊക്കെയുള്ള ഒരു മൂലകാരണം എന്താണ്? ഗൈഡ് ചെയ്യാൻ ഒരു നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ അവിടെ ഇല്ലാത്തതാണ്. ഇനി PM ശ്രീ ഈ ഒരു സ്കീമിലൂടെ 8 ക്ലാസ് റൂമുകൾ വരെ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അവിടെയും അധ്യാപകർക്ക് വെല്ലുവിളി തന്നെ വരുന്നുണ്ട്. ഒരുപാട് പേർ എഗെയിൻസ്റ്റ് ആയിട്ടും വരും. പക്ഷെ ഇതെല്ലാം അംഗീകരിക്കപ്പെടും ഒരു നാൾ. ഇപ്പൊ റേഡിയോ റീപ്ലേസ് ചെയ്തു, TV വന്നില്ലേ? അത് നമ്മൾ അംഗീകരിച്ചിരുന്നു. TV റീപ്ലേസ് ചെയ്ത് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈലും വന്നില്ലേ? എല്ലാം നമ്മൾ അംഗീകരിച്ചു. എല്ലാം ഒരു കൈക്കുമ്പിളിൽ ലഭിച്ചു. അതുപോലെ ടീച്ചിങ് മെത്തേഡിലും മാറ്റങ്ങൾ വരാം. ഒന്നും ഒരിക്കലും ശാശ്വതമല്ല. അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കും. ടെക്നോളജിക്ക് അനുസരിച്ച് മാറുകയാണ് വേണ്ടത്. ഈ കാലഹരണപ്പെട്ട സിലബസ് മെത്തേഡ് ഇനി വേണ്ട. പണ്ട് ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയില്ലാത്ത കുട്ടികളെ മണ്ടനെന്നും മണ്ടിയെന്നും പറഞ്ഞ് തഴഞ്ഞിരുന്നു അല്ലെ? ഇനി വരുന്ന തലമുറയ്ക്ക് സംഭവിക്കാൻ പാടില്ല. ഓരോ കുട്ടിക്കും ഓരോ കഴിവുള്ളവനാണ്. അത് തിരിച്ചറിഞ്ഞ് ആ കഴിവ് ഡെവലപ്പ് ചെയ്ത് ആ ഒരു ജോലിയിലേക്ക് മാത്രം തിരിച്ചുവിടുക. ഈ ലോകത്ത് എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആവണം എന്നുള്ള ചിന്ത മാറണം. അങ്ങനെ മാറണമെങ്കിൽ വിദ്യാഭ്യാസ രീതി മാറണം അല്ലെ? എങ്കിൽ മാത്രമേ ഈ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി ഇന്ത്യൻ സമൂഹം പോവാതിരിക്കുകയുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ അവസരങ്ങളും അതുപോലെ സമ്പാദിക്കാനും കഴിയുന്നത് അവിടെയുള്ള എഡ്യൂക്കേഷൻ മെത്തേഡ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്ത്യയിലും വിദ്യാഭ്യാസ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അവസരങ്ങൾ ഉണ്ടാകും. നമ്മുടെ രാജ്യം മറ്റുള്ളവർക്ക് മാതൃക ആവുകയും ചെയ്യും. അതിന് വിദ്യാഭ്യാസ രീതി മാറുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഓരോരുത്തരും മാറി ചിന്തിച്ചേ കഴിയൂ.